Hi everyone, this is Vinil, who is a recent PTE winner. I'm just going to ask him some questions. Vinil, എങ്ങനെ PTE കുറിച്ച് എന്ത് വിഷൻ ലേണിംഗും PTEയും കുറിച്ചുള്ള എവിടുന്ന ഐഡിയ കിട്ടിയത്? ആദ്യമായിട്ട് ഞാൻ ഈ വിഷൻ ലേണിങ്ങിന് താങ്ക് യു പറയാണ്. എന്നോട് വിഷൻ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എൻ്റെ വൈഫ് തന്നെയാണ്. എൻ്റെ വൈഫ് ഇവിടെ OET വിന്നറാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. ആളിപ്പോൾ ന്യൂസിലൻഡിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോകാനായിട്ട് അവിടെ PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ PTE ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ PTEയിൽ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് എന്താവും എങ്ങനെയാവും ഒരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സജിൻ മാഡം ടീച്ചർ ഞാൻ 30 ഡേയ്സ് കോഴ്സാണ് ചെയ്തത്. എനിക്ക് 25 ഡേയ്സിൽ തന്നെ ഞാൻ 25 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് ടെസ്റ്റ് എനിക്ക് റിക്കേർഡ് സ്കോറിനേലും കുറച്ച് കൂടുതൽ തന്നെ സ്കോർ കിട്ടി. താങ്ക് യു വിഷൻ ലേണിംഗ്. എങ്ങനെയുണ്ട് ഗ്രാമർ ക്ലാസ്സും ടീച്ചിങ് ഒക്കെ? ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കുറച്ച്. ഫസ്റ്റ് വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് എല്ലാം ഞാൻ വീക്കായിട്ടുള്ള ആ സെക്ഷൻസൊക്കെ എനിക്ക് കൂടുതൽ ട്രെയിനിങ് തന്ന് ടീച്ചേഴ്സ് തന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. ഒരു വലിയ പ്രഷർ ഒന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ്സൊക്കെ ഉള്ളത്. അങ്ങനെ കുഴപ്പമില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി. പെട്ടെന്ന് തന്നെ എനിക്ക് എക്സാം എഴുതി കിട്ടി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ വൈസ് പ്രിപ്പറേഷനും സെക്ഷൻ വൈസും മോക്ക് ടെസ്റ്റ് ഒക്കെ? ഞാനിവിടെ വരുമ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർക്ക് കൂടെ നമ്മളൊരു ഓരോ സെക്ഷൻ വൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു. അവർക്ക് ആർക്ക് കൂടുതൽ കിട്ടാന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അതിലൊരു പ്രഷർ ഇല്ലെങ്കിലും നമുക്കൊരു വാശി പോലെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഒക്കെ ഇരുന്ന് സെക്ഷൻ വൈസ് ഒക്കെ ചെയ്ത് പിന്നെ സെക്ഷൻ വൈസും ക്വസ്റ്റ്യൻ വൈസും ഒക്കെ ചെയ്തു. മാർക്ക് ആർക്ക് കൂടുതൽ കിട്ടുക അങ്ങനെയൊക്കെ കോമ്പറ്റീഷൻ രീതിയിൽ പോയപ്പോഴൊക്കെ അതൊക്കെ നല്ലതായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് റിക്കവർ സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു എക്സാം എഴുതുന്ന നേരത്തെ തന്നെ. കുഴപ്പമില്ല. പിന്നെ വിഷൻ ലേണിംഗിനെ കുറിച്ച് എല്ലാവർക്കും എന്താ പറയാൻ? വിഷൻ ലേണിംഗ് നമുക്ക് പുറമെ പോയി പഠിക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മടിച്ചിരിക്കരുത്. വിഷൻ ലേണിംഗ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എക്സാം നമുക്ക് റിക്കവർ സ്കോർ കിട്ടും. അത്ര സപ്പോർട്ടാണ്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു അതിനൊന്നും ആവശ്യമില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീക്കായിട്ടുള്ളതൊക്കെ അവർ കൂടുതൽ ട്രെയിൻ ചെയ്തിട്ടൊക്കെ സെറ്റാക്കി എടുക്കും. Thank you, Vinil, for getting congrats and have a bright future. Thank you.